कुंड पे गोपीश्वर महादेव, श्री बांके बिहारी स्नेह बिहारी, मदन मोहन जी, गोपीनाथ जी, राधा दामोदर, राधा विनोद जी, साक्षी गोपाल जी, राधा माधव जी, श्री राधा वल्लभ जी, श्री युगल किशोर जी, श्री राधा रमण जी, अष्ट सखी जी, अटल वन में, बिहार वन में, गौचारण वन में, गोपाल वन में, वृंदावन का कण कण बोले श्री राधा राधा। श्री यमुना जी की लहरें बोले श्री राधा राधा। श्री राधा राधा, 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 श्री राधा राधा। श्याम सुंदर की वंशी बोले श्री राधा राधा। यमुना जी की लहरें बोले श्री राधा राधा। मस्ती में झूमते हुए श्री राधा राधा, 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 श्री राधा राधा। निधिवन जी में बंदर बोले श्री राधा राधा। ब्रज की लता पता भी बोले श्री राधा राधा। वेणुकूप पे, दावानल कुंड पे, बनखंडी महादेव, श्री निकुंज वन में, राधा वन में, झूलन वन में, बारह घाट पे, सूर्य घाट पे, युगल घाट पे, बिहार घाट पे, अंधेर घाट पे, श्रृंगार घाट पे, श्री भ्रमर घाट पे, श्री पानी घाट पे, चामुंडा देवी, केली कदम्ब में, वृंदावन का कण कण बोले श्री राधा राधा। श्री राधे, श्री यमुना जी की लहरें बोले श्री राधा राधा। श्री राधा राधा, श्री राधा राधा, श्री राधा राधा, श्री राधा राधा। श्याम सुंदर की वंशी बोले श्री राधा राधा। हरि बोल। भक्त जनों के मन में गूंजे श्री राधा राधा। श्री राधा राधा, 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 श्री राधा राधा। रसिक जनों की वाणी बोले श्री राधा राधा। ब्रज की लता पता भी बोले श्री राधा राधा। अब हम मधुपुरी मथुरा में प्रवेश कर रहे हैं। श्री मथुरा जी में, श्री जन्मभूमि पे, केशव देव जी, श्री द्वारिकाधीश जी, भूतेश्वर पे, विश्राम घाट पे, श्री स्वामी घाट पे, मधुवन जी में, मधु कुंड पे,
वन बिहारी पीपलेश्वर महादेव, अक्रूर भवन में ऊर्जा कूप में रंगेश्वर महादेव, ज्ञान वापी में महाविद्या देवी। भज मन श्री राधे गोपाल, 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 भज मन श्री राधे गोपाल। आइए अब मथुरा जी से आगे चलिए। ताल वन में हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे। सर्वत्र गोविंद नाम संकीर्तനം। രാധേശ്യാം രാധേശ്യാം। നമ്മൾ ഇപ്പോൾ എത്തിയ ഈ സ്ഥലം കേൾക്കണ്ടല്ലോ അല്ലേ? ഗ്യാൻ ഗുത്തട്ടി ഒന്ന് പറഞ്ഞു നോക്കും. ഗ്യാൻ ഗുത്തട്ടി. അപ്പോൾ ഗ്യാൻ ഗുത്തട്ടി എന്ന ഈ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ജ്ഞാനം സിദ്ധിച്ചതായിരിക്കുന്ന ഇടം എന്നാണ്. അപ്പോൾ ജ്ഞാനം സിദ്ധിച്ചതായിരിക്കുന്ന ഇടം. അപ്പോൾ ആർക്ക് ജ്ഞാനം? ഉദ്ധവന് ജ്ഞാനം സിദ്ധിച്ചതായിരിക്കുന്ന ഇടം. കംസ വധാനന്തരം ഭഗവാൻ വിദ്യാഭ്യാസത്തിനായിട്ട് പോയി സാന്ദീപനി ആശ്രമത്തിൽ 64 ദിവസമാണ് അവിടെ ഉണ്ടായത്. ഈ 64 ദിവസത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഭഗവാൻ മധുരയിലേക്ക് തിരിച്ചു വന്നു. മധുര എത്തിയ സമയത്ത് നല്ല ഒരു കൂട്ടുകാരനെ ഭഗവാന് കിട്ടി. പേര് ഉദ്ധവൻ. ആരാണ് ഉദ്ധവൻ? ഉദ്ധവനെക്കുറിച്ച് ശരിക്കും അറിയാൻ ഭാഗവതം 46-ാമത്തെ അധ്യായം, ദശമത്തിൽ 46-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദൈതസഖ ശിഷ്യോ ബൃഹസ്പതയെ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിചക്രമ. ആ വൃഷ്ണികളുടെ അഗ്രഗണ്യന. അത് ഈ ഗോപികളെ കുറിച്ച് പറയുമ്പോഴൊക്കെ എൻ്റെ എന്നൊരു ശബ്ദം ഭഗവാൻ ഉപയോഗിക്കാറുണ്ട്. ഭഗവാൻ തൻ്റേത് എന്ന് പറയണമെങ്കിൽ എത്രത്തോളം ഭക്തി അവർക്ക് ഉണ്ടാവണം അല്ലേ? അപ്പോൾ എൻ്റെ ഗോപസ്ത്രീകൾ. അപ്പോൾ ആരെ ഈ ഗോപസ്ത്രീകൾ? എൻ്റെ ഈ ഗോപികളുടെ മഹത്വം. താ മന്മനസ്ക മൽപ്രാണ മദർത്ഥേ ത്യക്ത ദൈഹിക. അവര് വെറും നിലത്ത് വീണ് ഉരുളാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഒന്നേ പറയാനുള്ളൂ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാ യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. കഴിഞ്ഞവരും ഇങ്ങോട്ട് വരും കേട്ടോ. അദ്ദേഹം വൃന്ദാവനത്തിൽ വന്ന് ഭജിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മോഹം എന്താ വെച്ചാൽ ഇവിടെ കൃഷ്ണമയ, വൃന്ദാവനം മുഴുവൻ കൃഷ്ണമയ. പക്ഷേ രാമനായിട്ട് ഭഗവാനെ കാണിച്ചാൽ ഓരോരുത്തർക്കും ഓരോ മൂർത്തിയോട് ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് രാമനല്ലാതെ വേറെ യാതൊന്നുമില്ല. മാനസത്തിൽ കർത്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഉദ്ഭവം വാരണാസിയാണ്, കാശിയിലാണ്. പക്ഷെ അദ്ദേഹം വൃന്ദാവനത്തിന് ഭജനത്തിനായിട്ട് വരാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്
ശ്രീരാമസ്വരൂപത്തിൽ ഭഗവാനെ കാണാനാണ് കൂടുതൽ താല്പര്യം. എന്നാൽ ഈ വൃന്ദാവനം മുഴുവൻ കൃഷ്ണമയ, കൃഷ്ണനല്ലാതെ വേറെ ഒന്നുമില്ല. കൃഷ്ണനും രാധയും മാത്രമേ ഉള്ളൂ ഇവിടെ, അല്ലാതെ വേറെ യാതൊന്നുമില്ല. കൂടുതൽ രാധ വേറെ ഒന്നുമില്ല. അപ്പോൾ ആ ഭക്തന്റെ ആ മനസ്സ് കണ്ടിട്ട് ഭഗവാൻ കൃഷ്ണൻ ശ്രീരാമസ്വരൂപത്തിൽ അദ്ദേഹത്തിന് ദർശനം കൊടുത്തു. നാരായണ നാരായണ നമുക്കൊക്കെ അഭിമാനിക്കാം. എന്താ വെച്ചാൽ മലയാളക്കരയിലാണ് അദ്ദേഹം അനുഭവിച്ചത്. പരശുരാമ ക്ഷേത്രത്തിലുടനീളം സഞ്ചരിച്ച് തൻ്റെ അവസാന കാലത്ത് എത്തിയത് പുണ്യധാമമായിരിക്കുന്ന വൃന്ദാവനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥാനമാണ് ഇത്. തിരുമല സ്വാമിയാര് സമാധിയായിട്ടുള്ള ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ നാം ഇരിക്കുന്നത്. सरोवर श्याम कुटी पे नारद कुंड पे संत निवास कल्लोल कुंड पे ग्वाल पोखरा हरि गोकुल में हरिदेव